സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനമായും നാം കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളിലും വലിയവരിലും പെൺകുട്ടികളിലുമൊക്കെ കഠിനമായ ക്ഷീണം, രക്തക്കുറവ്, വിളർച്ച, അതുപോലെ തന്നെ വായ്പുണ്ണ്. ഇന്നത്തെ ഭക്ഷണരീതി അധിക വായ്പുണ്ണുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീണവും രക്തക്കുറവും വിളർച്ചയും കൊണ്ട് വളരെ ടയേർഡായിട്ടുള്ള ഒത്തിരി ആളുകളെ നാം ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള ലളിതമായ ഒരു പരിഹാര മാർഗമാണ് ഞാൻ നിർദ്ദേശിക്കുക. ഞാവൽപ്പഴം, നല്ല ഞാവൽപ്പഴം കിട്ടുമ്പോൾ, നമ്മൾ ഞാവൽപ്പഴം എല്ലാ സീസണുകളിലും കിട്ടില്ല. ഞാവൽപ്പഴം പതിവായി കഴിക്കുന്നത് ക്ഷീണത്തെ അകറ്റും, രക്തക്കുറവിനെ പരിഹരിക്കും, വിളർച്ചയെ പരിഹരിക്കും, വായ്പുണ്ണിനെ പരിഹരിക്കും. ഞാവൽപ്പഴം നാം വായിലിട്ട് ചവച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കി വായിൽ കവിൾക്കണ്ടതുപോലെയുള്ള നിറമായി മാറും, വയലറ്റ് കളറാവും. വായ്പുണ്ണിനെ ശമിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇത് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ക്ഷീണത്തെ അകറ്റാനുള്ള ഒന്നാണ് കറുകപ്പുല്ല്. കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ വീഡിയോയിലിടാം. ആ കറുകപ്പുല്ല് കുറച്ചെടുത്തിട്ട് ജ്യൂസാക്കി ദിവസം ഒരു ഗ്ലാസ് കൊടുത്ത് ഈ ഞാവൽപ്പഴവും കൊടുത്തോ. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷീണത്തെയും രക്തക്കുറവിനെയും വിളർച്ചയും വായ്പുണ്ണിയും ഒക്കെ പരിഹരിക്കാൻ പറ്റും. വായ്പുണ്ണിനെ പരിഹരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നാം നമ്മുടെ കുടലിൽ വ്രണങ്ങൾ ഉണ്ടായിട്ടാണ്, ക്രോണിക് അൾസർ ഉണ്ടായിട്ടാണ് വായ്പുണ്ണ് വരിക എന്നുള്ളത് കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പം അതിന് കുടകനില അഥവാ വെള്ളമുത്തൽ പച്ചമഞ്ഞൾ ഒരു കഷ്ണം ചേർത്ത് അരകല്ലിൽ വെച്ച് അരച്ച് അല്പം തൈരിൽ രാവിലെയും വൈകിട്ടും കൊടുത്താൽ, കുറച്ച് ദിവസം അടുപ്പിച്ചും കൊടുത്താൽ ആ കുടൽ പുണ്ണിനെയും ശമിപ്പിക്കാം. അപ്പോൾ വിവിധ തരം രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള രണ്ട് നല്ല എളിയ മാർഗമാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾ സ്വീകാര്യമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: തേൾ വിഷത്തിന് പരിഹാരം എന്താണ്? ഒരു ഔഷധ ചെടിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ അരച്ചിട്ടാൽ തേൾ വിഷവുമായി ബന്ധപ്പെട്ട ആ കടച്ചിലും വേദനയും ഒക്കെ വേഗം മാറും. കസ്തൂരി മഞ്ഞൾ ഞാൻ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, മഞ്ഞ കളർ അല്ല കേട്ടോ, ഐവറി കളറാണ്, ആനക്കൊമ്പിൻ്റെ കളറാണ്. അതാണ് നല്ല കസ്തൂരി മഞ്ഞൾ. അത് മറക്കരുത്. പലരും കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ കളറിലുള്ള തെറ്റാണത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: അപസ്മാരത്തിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഔഷധ ചെടിയുണ്ട്, ഏതായിരിക്കും അത്? ഉത്തരം നൽകണം. നിങ്ങൾ കാണുകയും കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. നന്ദി, നമസ്കാരം.